ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഓണത്തിന് കാളനൊക്കെ ഉണ്ടാക്കിയോ? ഞാനിന്ന് കാളന ഉണ്ടാക്കുന്നത്. ഒരു കഷ്ണം ചേന ഇതുപോലെ കുത്തിയരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഒരു നേന്ത്രക്കായ തോലൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി വെള്ളത്തിലാണ് കേട്ടോ ഇട്ട് വെച്ചിരിക്കുന്നത്. നേന്ത്രക്കായയുടെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. അടിക്കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാളന് മഞ്ഞ കളർ വേണ്ടതുകൊണ്ട് സാധാരണ ഇടുന്നേക്കാളും കുറച്ചും കൂടി കൂടുതൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കഷ്ണം വെന്ത് വരുമ്പോഴേക്കും ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കാം. 1.5 കപ്പ് മീഡിയം പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. തൈരിനെ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അരപ്പിനായിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 4-5 പച്ചമുളകും 1/2 ടീസ്പൂൺ ജീരകവും എടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള അരപ്പ് കൂടുതൽ വെള്ളമൊന്നും ചേർക്കാണ്ട് കേട്ടോ അരച്ചെടുക്കേണ്ടത്. ഈ അരപ്പ് ഇതുപോലെ ചേർക്കുമ്പോൾ കട്ട പിടിക്കും കേട്ടോ. അതുകൊണ്ട് ഇതിനെ ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. വേവിക്കാൻ വെച്ച കഷ്ണത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് തന്നെ കേട്ടോ ലൂസാക്കി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ വെള്ളമൊക്കെ വറ്റിയിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കഷ്ണമൊക്കെ വെന്തതിന് ശേഷമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. തലച്ചട്ടിയൊക്കെ ഉള്ളവർ അതിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കാളന് ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. തൈരൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം. ഇനി അരപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഒരുപാടിട്ട് തിളപ്പിക്കാൻ പാടില്ല. ഇതുപോലെ ആയി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഇരുന്നിട്ട് ഒന്നുകൂടി കുറുകും. കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വറവ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഇതൊന്നുകൂടി ഇരുന്ന് കുറുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാളനൊക്കെ റെഡിയായി.
ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബായ്.